ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്ന് ഒത്തിരി ഫ്ലവറിംഗ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ്സുകളും ഫ്ലവറിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് ഒത്തിരി പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അത് അവസാനം നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കോംബോ കാണിച്ചു പോവാട്ടോ. 3 കോംബോയാണുള്ളത്. ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്യാക്ടസ് വെറൈറ്റി ക്യാക്ടസ് ബ്രെയിൻ വരുന്നത് ദാ ഇങ്ങനെ 2 പ്ലാന്റാണ് ഈ കോംബോയിലുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഹവോത്തിയ വെറൈറ്റി ഇതാ ഈ ഒരു വെറൈറ്റി ഇതാ ഇങ്ങനെ. ഇത് രണ്ടിനും കൂടെ 200+ കൊറിയറാണ് വരുന്നത്, 200+ കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. ഇത് നമുക്ക് പോട്ട് സഹിതമായിരിക്കും കേട്ടോ വിടുന്നത്. കുഞ്ഞു പോട്ടാണ്, ഈ ഒരു സൈസിലുള്ള പോട്ടാണ്. അപ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ബാക്കി ഒന്നും നമ്മൾ പോട്ടിൽ വിടുന്നില്ല. അപ്പോൾ ഇത് പോട്ട് സഹിതമായിരിക്കും വിടുക. ഇതാ ഇങ്ങനെ 200+ കൊറിയർ കേട്ടോ. ഇനി രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ബിഗോണിയയുടെ കോംബോയാണ്. ബിഗോണിയ ഇതാ ഈ ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിക്കാത്ത വെറൈറ്റി തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കോംബോയിലൊക്കെ ബിഗോണി നമ്മൾ ചെയ്തിരുന്നല്ലോ, അത് ഇതുണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. ഇതാ ഈ ഒരു വെറൈറ്റി ഇതാ ഇങ്ങനെ കേട്ടോ, ഷൂട്ടുകളൊക്കെ വരുന്നത് ഇതാ ഇങ്ങനെ. പിന്നെ ഈ ഒരു വെറൈറ്റി കേട്ടോ, ബ്ലാക്ക് ഒരു വെൽവെറ്റ് ഫിനിഷുള്ള ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റുമോ, ബ്ലാക്ക് അല്ല, അങ്ങനത്തെ ഒരു ഡോട്ടായിട്ട് വരുന്ന ദാ ഇങ്ങനെ ഒരു വെറൈറ്റി കേട്ടോ. ഇത് കുറച്ച് വെളിച്ചമൊക്കെ വരുന്നതിനനുസരിച്ച് ചെറിയൊരു ഡിഫറൻസുകളൊക്കെ ഇലകൾക്ക് വരും. എന്നാലും പാറ്റേൺ ഇതാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഈ താഴ്ത്ത ഇല ഉണ്ട്, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ചെടികൾക്കല്ല, നിങ്ങളുടെ അടുത്ത് വന്ന് വളർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇലകൾ പൂർണ്ണ വളർച്ച എത്തൂല്ലേ, അന്നേരം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടിനും കൂടെ 350+ കൊറിയറാണ്. നമ്മൾ നേരത്തെയും ഒരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. അതിൽ ഈ പ്ലാന്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിച്ചേക്കണവരൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ തന്നെ കറക്റ്റായിട്ട്. ഇതായത് കണ്ടോ, ഇതാ ഇതിൻ്റെ അടിഭാഗം നല്ല ഭംഗിയാണ്. ഒരു വെൽവെറ്റ് ഫിനിഷാണ് കേട്ടോ. ഒരു ഗ്ലൈസിംഗ് ഉള്ള ഇലയാണ്. ഇതാ കണ്ടോ, പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. ഇതും അതേ പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ആയി നമുക്ക് ഇലകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ ഇലകൾ പ്രൊപ്പഗേഷൻ പറ്റുന്ന പ്ലാന്റാണ്. 350+ കൊറിയറാണ് വരുന്നത് കേട്ടോ അതിന്. ഇനി അടുത്തത് നമ്മുടെ കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ ദാ ജംഗിൾ വെൽവെറ്റ് ദാ ഈ ഒരു സൈസിലുള്ള നല്ല തിക്കായിട്ടുള്ള പോട്ടുകളാണ് വരുന്നത്. ഒത്തിരി ഷൂട്ടുകളുണ്ട് കേട്ടോ. എത്രയാ, 1 2 3 4, ഇതിലൊരു 7 എണ്ണം കാണുന്നുണ്ട്. എല്ലാത്തിലും 7 എണ്ണമൊക്കെ ഉണ്ടാവുമെന്ന് സംശയമാണ്. ദാ ഇങ്ങനെയാണ് തിക്കായിട്ട് തന്നെ വരുന്നത്. അതായത് നല്ല ഭംഗിയായിട്ട് അടിഭാഗം ഇതായിട്ട് അതായത് നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന വെറൈറ്റി അല്ല കേട്ടോ. ഇത് ജംഗിൾ വെൽവെറ്റ് ആണ്. ഇതാ ഇങ്ങനെ നല്ല വെൽവെറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റി. പിന്നെ ഉള്ളത് ബിജോക്സ് ആണ്. ദാ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇതാണ് കറക്റ്റ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് 2 പ്ലാന്റിനും കൂടെ 630 ആണ് വരുന്നത്. 630+ കൊറിയറാണ്. താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇത് നിങ്ങൾക്ക് മാറ്റിയൊക്കെ നട്ടൊക്കെ പിടിപ്പിക്കാവുന്നതാണ്. സെയിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഒത്തിരി ഇതായിട്ട് നമുക്ക് മാറ്റിയൊക്കെ നടുകയും ചെയ്യാം കേട്ടോ. ഇതിന് രണ്ടിനും വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത നമ്മളുടെ വെറൈറ്റികളാണ്. അപ്പോൾ നമുക്ക് ചൂടത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിന് രണ്ടിനും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അധികം കാണാത്ത വെറൈറ്റികളാണ് കേട്ടോ. ഇനി നമുക്ക് പ്ലാന്റ്സുകൾ വേഗത്തിൽ കാണിച്ചു പോകാം. ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നേക്കുന്ന പ്ലാന്റ്സുകൾ, അതായത് പെഡിലാന്തസ് വേരിഗേറ്റഡ് വെറൈറ്റി കേട്ടോ. ഇതാ നാന വേരിഗേറ്റഡ്, അധികം ഹൈറ്റ് വെക്കാതെ കുഞ്ഞനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെ ഇതിപ്പോൾ 5 പ്ലാന്റുകൾ ഒരുമിച്ച് ചേർത്ത് നട്ടേക്കുന്നതാണ് ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ. ഇത് വളരുന്നതനുസരിച്ച് നമുക്ക് ഒടിച്ചൊടിച്ച് നടാവുന്നതാണ്. അപ്പോൾ നല്ല തിക്കായിട്ടൊക്കെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഇത് ലക്കി ബാമ്പു 5-in-1 സ്റ്റോക്ക് കഴിഞ്ഞേക്കുമായിരുന്നു, ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇത് നമ്മളുടെ ഡ്രസീന വെറൈറ്റി, ഡ്രസീന ധാരാസിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വലിയ പ്ലാന്റ് ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ പ്ലാന്റുകളും കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റേറ്റ് പറഞ്ഞു പോകാനായിട്ട് എൻ്റെ ഓർമ്മയിൽ വരാത്തതുകൊണ്ടാണ്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഇനി റേറ്റ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. കാറ്റലോഗിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗ് ഉണ്ട്. ഇനി കാറ്റലോഗ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നാൽ മതി കേട്ടോ. എല്ലാത്തിനും ഫോട്ടോയും റേറ്റും സഹിതം എല്ലാവർക്കും ഉണ്ട്. ആരും നമ്മൾ ഒളിച്ചു വെക്കുന്നില്ല കേട്ടോ. റേറ്റൊക്കെ എല്ലാവർക്കും നോക്കി കാണാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സുകൾ കാണിക്കില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റേറ്റ് പറയാതെ പോകുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. ഇത് നല്ലോണം വലുതായിക്കോളും. ഇനി പിന്നെ സ്റ്റമ്മൊക്കെ വലുതായി വന്നതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇൻഡോറിലൊക്കെ നല്ല ഭംഗിയിൽ ഹോട്ടൽസിലൊക്കെ നല്ല വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബാംബൂ പാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നത് കേട്ടോ.
ഈ ഒരു സൈസേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സൈസിൽ ഇത് 130 ആണ് റേറ്റ് വരുന്നത്. ചിലതിൻ്റെയൊക്കെ എൻ്റെ റേറ്റ് ഒക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്, ചിലതൊക്കെ റേറ്റ് വിട്ടുപോകും. പിന്നെ ഓരോ പ്രാവശ്യം നമുക്ക് പ്ലാന്റ്സുകൾ വരുന്നതനുസരിച്ചുള്ള റേറ്റുകളൊക്കെ വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ എനിക്ക് റേറ്റുകൾ ഓർമ്മയിൽ വരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാ നമ്മളുടെ യെല്ലോ ഇക്സോറ പ്ലാന്റ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇക്സോറ അത് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു പോട്ടിൽ കൂടുതൽ പ്ലാന്റുകൾ ചേർത്ത് നട്ടേക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തൊക്കെ മാറ്റി മാറ്റി നടാം കേട്ടോ. ഉള്ളിലൊരു നെറ്റ് പോട്ട് ഉണ്ട്, ആ നെറ്റ് പോട്ട് മാറ്റാതെ തന്നെ നട്ടാൽ മതി കേട്ടോ. നെറ്റ് പോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ, ഞാൻ ഇതിന് മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മാറ്റി ഇങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ച് നമുക്ക് നടാൻ പറ്റും. അപ്പോൾ 2 or 3 ചട്ടികളിലേക്ക് നിങ്ങൾക്ക് മാറ്റി നടാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാണ് നെറ്റ് പോട്ട് വരുന്നത് കേട്ടോ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു പോട്ട് കണ്ടോ, ഇങ്ങനെ ഒരു പോട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇതിൻ്റെ വേരുകൾക്ക് ഷേക്ക് വരാത്ത രീതിയിൽ നടാൻ പറ്റും. പിന്നെ ഇത് 2 കളറുകൾ വരുന്നതാണ്. ഈ ഒരു യെല്ലോയും ഒരു വൈറ്റും ഒരു പീച്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു വൈറ്റ് പൂവാണ് അതിന് വരുന്നത്. പിന്നെ ഒരു റോസ് കളറ് പൂവ് കേട്ടോ. ഇത് രണ്ടും ഇതല്ല കേട്ടോ, ഒറ്റ സ്റ്റെമ്മിൽ നിന്നല്ല വരുന്നേക്കണേ. ഈ ഒരു കളറ് മാറ്റി നട്ടേക്കുന്നു, ഈ ഒരു കളറ് വേറെ പോട്ടിൽ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ നടാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒറ്റ പോട്ടിൽ ഒരു നിലത്ത് നടുന്നതായിരിക്കും നല്ലത്. ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഇത്രയൊക്കെ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിലത്തൊക്കെ നടാം. ഇപ്പം ഈ ചെടികളൊക്കെ നമുക്ക് നല്ല വെയിലായതുകൊണ്ട് നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കണം കേട്ടോ. തുടക്കത്തിൽ നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കണം. ഒരു ഓലയുടെ ഇതോ അല്ലെങ്കിൽ ഒരു നമുക്ക് നെറ്റ് ഷെയ്ഡ് എന്നുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ടോപ്പിലും ഇതിലൊക്കെ ഷെയ്ഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇലകൾ കരിഞ്ഞു എന്ന് വെച്ച് കുഴപ്പമില്ല, പിന്നീട് ഓക്കെ ആയിട്ട് വന്നാലും പെട്ടെന്ന് നമുക്ക് നല്ല ചെടികൾ കരിയുമ്പോൾ ഒരു വിഷമം വരില്ല. അപ്പോൾ നന്നായിട്ട് ഷെയ്ഡ് കൊടുത്ത് വളർത്തുക, നന്നായിട്ട് വെള്ളവും കൊടുക്കുക കേട്ടോ. നിലത്താണ് നടുന്നത്. ഈ ചട്ടിയിലാണെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ, ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാമല്ലോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പാകമാണ് കേട്ടോ അതിൻ്റെ പ്രൊപ്പഗേഷൻ എടുക്കേണ്ടത്. ചെറിയ തണ്ടുകളാണ് പ്രൊപ്പഗേഷൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പാകങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊപ്പഗേഷൻ നടത്തുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലോണിൻ്റെ ഒക്കെ നടുക്കൊക്കെ ഈ ഒരു പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ ഈ ഒരു വെറൈറ്റി നമ്മളുടെ ഫിഷ് ടൈൽ ഫേൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഈ പ്രാവശ്യം വന്നേക്കണതിന് കുറച്ച് ഗോൾഡൻ കളർ കയറിയിട്ടാണ് വന്നേക്കണത്. അത് കാരണം നല്ല ഭംഗിയാണ് വന്നേക്കണത്. കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കുന്നതിന് ഇത്രയും ഗോൾഡൻ കളർ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ പ്രാവശ്യം വന്നേക്കണത് നല്ല ഭംഗിയായിട്ട് ഒരു നല്ല ഗോൾഡൻ ടച്ചൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് ബോഗൺവില്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബോഗൺവില്ല വേരിഗേറ്റഡ് വെറൈറ്റിയാണ് വന്നേക്കുന്നത്. നമുക്ക് വേറെ ബോഗൺവില്ല വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സ്റ്റോക്ക് കഴിഞ്ഞു. നമുക്കൊരു പിങ്ക് കളർ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മണ്ണിലുള്ള പ്ലാന്റ്സുകളല്ല കേട്ടോ ബോഗൺവില്ല ചെയ്യുന്നത്. ഇത് കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. അത് കണ്ടോ, കൊക്കോപീറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കൊക്കോപീറ്റ് മാറ്റിയിട്ട് മണ്ണിലേക്ക് നടാവുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും തളർച്ച ഉണ്ടാവില്ല. പിന്നെ പൂക്കൾക്ക് ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല. പൂ ഈ ഒരു കളറാണ് കേട്ടോ അത് വന്നേക്കുന്നത്. നിറച്ചും പൂ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ക്ഷീണം ഉണ്ടാവില്ല ട്രാൻസ്പോർട്ടേഷനിൽ, അപ്പോൾ പൂക്കൾ കൊഴിഞ്ഞു പോകും. ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ അറ്റത്ത് കാണുന്ന ഒരു ലാവൻഡർ ഷെയ്ഡ്, ആ ഒരു കളറാണ് ഇതിൻ്റെ പൂവ് തന്നെ. ഇങ്ങനെയുള്ള വേരിഗേറ്റഡ് വെറൈറ്റിക്ക് ഈ ഒരു കളർ തന്നെ പൂവ് ഉണ്ടാവുള്ളൂ കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ തേഴ്സ്ഡേ വന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ആ പൂക്കൾ അങ്ങോട്ട് കൊഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ, ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ കലാത്തിയ വെറൈറ്റി വന്നേക്കുന്നത് ഇത് പേര് ഓർക്കുന്നുണ്ടോ, കോമ്പാക്ട് സ്റ്റാർ. ഇത് കേട്ടോ, ഈ ഒരു സൈസിലുള്ള നിറച്ച് ഷൂട്ടുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ. ഇതിനും ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്ത, ഈ പ്രാവശ്യം വന്നേക്കുന്ന കലാത്തിയ വെറൈറ്റികൾക്കൊന്നും അധികം കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകൾ. ഈ ഒരു ചൂടത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ പിടിക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് മാറ്റി മാറ്റി നടാം. ഇതൊക്കെ നിങ്ങളുടെ തിക്കായിട്ടൊക്കെ പോട്ടുകളൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് നമ്മുടെ മക്കിയോനയ്ക്കും ഒരു പ്രശ്നമില്ല. മക്കിയോനും റാറ്റിൽ സ്നേക്കും അതിനൊന്നും ഒരു ചൂടിന് ഒരു പ്രശ്നം വരാത്ത ചെടികളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. പിന്നെ വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചു ഇതിൽ കലാത്തിയ ഇത് കോംപോയിൽ കാണിച്ച പ്ലാന്റുകളാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. ബിജോക്സും ഇത് കണ്ടോ, ഈ സൈസിലുള്ള പ്ലാന്റ് അത് നമ്മൾ കോംപോയിൽ കാണിച്ചതാണല്ലോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള പ്ലാന്റുകൾ കാണിക്കാം. ഇത് നമ്മളുടെ റെഡ് കളറ് ആന്തൂറിയം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടൊക്കെ ഉള്ള പോട്ടാണ്. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ മൂൺഷൈൻ. ഈ ഒരു വെറൈറ്റി 2 ടൈപ്പ് മൂൺഷൈൻ വരാറുണ്ട്, ഫിലാഡോണ്ടൻ വെറൈറ്റി. ഇതിപ്പോൾ ഈ പ്രാവശ്യം നല്ല വിരിഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ഇലകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ പ്യുമിലയും റേഡിക്കൻസും വന്നിട്ടുണ്ട് കേട്ടോ. ഫൈക്കസ് വെറൈറ്റിയാണ് ഇത്. പുമില ഇത് വേരിഗേറ്റഡ് വെറൈറ്റി ഇങ്ങനെ ഉള്ള പ്ലാന്റ്.
പിന്നെ റേഡിക്കൻസ് ഇത് കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇത് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ, പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക. പിന്നെ ഇത് നമ്മളുടെ ഡിഷ്യൂഡിയ വെറൈറ്റി, ഡിഷ്യൂഡിയ ഗ്രീൻ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇനി നമുക്ക് ഈ പ്ലാന്റുകൾ കാണിക്കാം. ഒത്തിരി പേര് ചോദിക്കുന്നതാണ്, ഇങ്ങോട്ടേക്ക് വന്നോ, ഒത്തിരി പേര് ചോദിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ കാറ്റ്സ് ക്ലോ പ്ലാന്റ്. ഇപ്പം ഈ സമയത്ത് ഇതിൽ ചെറുതായിട്ട് ഒരു മുട്ട് കാണുന്നുണ്ടായിരുന്നു, ഇപ്പം മുട്ട് വിരിയില്ല, പോവും. ഇത് കാറ്റ്സ് ക്ലോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും, നല്ല മഞ്ഞ കളറ്, വീടൊക്കെ മൂടി കിടക്കുന്ന അങ്ങനെയുള്ള ഇപ്പോൾ ഒത്തിരി വീഡിയോകളൊക്കെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്ലാന്റാണിത്. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ, നല്ല യെല്ലോ കളറായിട്ട് വന്നേക്കുന്നത്. കാറ്റ്ലോയിൽ കൊടുത്തേക്കാമേ ഇതിൻ്റെ ഫോട്ടോ. നല്ല ഭംഗിയെ കാണാനായിട്ട്. നല്ല വെയിൽ വേണം, പിന്നെ നന്നായിട്ട് പടർന്ന് പോകണം, എന്നാൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ. ഞാനിത് ഫ്രണ്ടിൽ ഒരു പർഗോള ടൈപ്പ് ഉണ്ട്, അവിടെ കയറ്റി വിടുന്നുണ്ട്. എത്രത്തോളം കയറി പോകുന്നു എനിക്കറിയത്തില്ല, ഒരു ഗ്ലാസ്സുമേ കയറ്റി വിടുന്നത്. നല്ലോണം പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഫോട്ടോ കാണിക്കാൻ പറ്റുമായിരിക്കും, നിങ്ങളെ ലൈവായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാനൊരു 2 വർഷമായി നട്ടിട്ട് കേട്ടോ. നന്നായിട്ട് പടർന്ന് പോകണം. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പൂക്കൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. 1.5 വർഷം 2 വർഷം നന്നായിട്ട് പടർന്ന് കഴിഞ്ഞിട്ടൊക്കെയാണ് പൂക്കൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മുടെ കനകാംബരം, ഇത് ഒരു ഓറഞ്ച് അല്ലല്ലോ, യെല്ലോ ഷെയ്ഡ്. പിന്നെ ഗോൾഡൻ കാസ്കേഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും യെല്ലോ കളർ പൂവുണ്ടാവുന്നതാണ്. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാമേ കാറ്റലോഗിൽ. ഇതൊക്കെ നേരത്തെ നമുക്ക് വരാറുണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ക്രേപ്പ് ജാസ്മിൻ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ക്രേപ്പ് ജാസ്മിൻ നമ്മുടെ നമ്പ്യാർവട്ടത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഒക്കെ വരാറുള്ളത്, ഈ ഒരു പൂക്കളൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു വെറൈറ്റിയാണ്. വേരിഗേറ്റഡ് അല്ല, യെല്ലോയാണ് വരുന്നത് കേട്ടോ. ഇത് വേരിഗേറ്റഡ് വേറെ വരുന്നുണ്ട്, പക്ഷെ ഇതിപ്പോൾ നമുക്ക് അതൊന്നും സ്റ്റോക്കിലില്ല, ഇത് മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. പിന്നെ പെട്രിയ വൈൻ എന്ന് പറയും, അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയും. വയലറ്റ് കളർ പൂവുണ്ടാവുന്നത് ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇലകൾ നല്ല സാൻഡ് പേപ്പർ പോലെ. ഇത് കണ്ടോ, ഇങ്ങനെ സാൻഡ് പേപ്പറിൻ്റെ ഒരു ഇതുള്ള പ്ലാന്റ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. പിന്നെ മണിക്കൊന്ന അല്ലെങ്കിൽ വൈറ്റ് കൊന്ന, വെള്ളക്കൊന്ന എന്ന് പറയും. ഈ സമയത്താണ് നമ്മുടെ കൊന്ന പൂക്കൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഈ സമയത്താണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക കേട്ടോ. അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. നല്ല വെള്ള കളർ, ഇങ്ങനെ കൊല പോലെ ഉണ്ടാകുന്നതാണ്. നല്ല കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ്. നമ്മൾ കൊന്നയുടെ അത്രയും വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ മഞ്ഞക്കൊന്നയുടെ അത്രയും വലുതായിട്ട് കണ്ടിട്ടില്ല, എന്നാലും ഒരുവിധം വലുതാവുന്ന പ്ലാന്റ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നടണം കേട്ടോ. ഈ സമയത്താണ് പൂക്കൾ ഉണ്ടാകുന്നത്. നമ്മുടെ ജനുവരി തുടങ്ങി മാർച്ച് വരെയും മെയ് വരെയൊക്കെയുള്ള സമയങ്ങളിലാണ് ഇത് പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ. നല്ല കുഞ്ഞു മണി പോലെ നല്ലോണം തൂങ്ങിക്കിടക്കുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ്, പൂക്കളാണ് ഇതിന് വരുന്നത്. പിന്നെ പെറ്റൂണിയ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാണ് പൂവിന് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇതൊന്നും മണ്ണിലല്ല വന്നേക്കുന്നത് കേട്ടോ, വേറൊരു പോട്ടി മിക്സ് ആണ്. എന്നാലും നമ്മൾ കുറച്ച് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു ടൈപ്പ് പോട്ടി മിക്സ് ആണ് ഇത് വന്നേക്കുന്നത്. ഒരു പ്രത്യേക ടൈപ്പ്, നമുക്ക് ഓൺലൈനിൽ അയക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടൈപ്പ് പോട്ടി മിക്സ് ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നമുക്ക് മണ്ണിലാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം നമുക്ക് മാറ്റേണ്ടി വരില്ല, വേരിന് അധികം ക്ഷീണം വരില്ല. പിന്നെ ഇത് ദുരാന്ത, യെല്ലോ എഡ്ജ് എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര് പറഞ്ഞത്. ഞാൻ വേരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. യെല്ലോ എഡ്ജ്, ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് പേര്. ദുരാന്ത വെറൈറ്റിയാണ്. ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിക്കോളൂ കാറ്റലോഗിൽ. ഇനി കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ അധികം കൊടുത്തിട്ടില്ല, കുറച്ചുകൂടി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഗേൾസിന ക്രീപ്പർ അതൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ചോദിച്ചോളൂ എൻ്റെ അടുത്ത്. പിന്നെ മണിമുല്ല കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒത്തിരി പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് മാത്രം കുറച്ച് ഫോട്ടോകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. മണിമുല്ല അല്ലേ, മണിമുല്ല നിറച്ചും കയറിയിട്ട് വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്നതല്ലേ. നമുക്ക് സ്റ്റോക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചാണ് വലിയ പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്നും മെസ്സേജ് ഇട്ടോളൂ, ഞാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് തരാം കേട്ടോ. ബാക്കിയൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതാ വേറെ ഒരു ഇതും കൂടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു, പേര് മറന്നു. നമ്മുടെ ബ്രൈഡൽ ബൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വേഗം മെസ്സേജ് ഇട്ടോളൂ.
കാറ്റലോഗിൻ്റെ ലിങ്ക് എടുക്കാനായിട്ട് ഇതാ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സ്ക്രീനിൽ മുകളിൽ തന്നെ നമുക്ക് കാറ്റലോഗ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ടിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാട്സപ്പിൽ വരുമ്പോൾ തന്നെ അത് കാണാൻ പറ്റൂട്ടോ. ഇനി എന്നോട് ചോദിച്ചില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് നേരിട്ട് തന്നെ എടുക്കാൻ പറ്റും, കാറ്റലോഗ് എടുക്കാൻ പറ്റും. പ്രായമായ അമ്മച്ചിമാർക്കൊന്നും ഇത് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടെ പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റണില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് തന്നാൽ മതി കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്. പ്ലാൻസ് അയക്കുന്നത് ഇപ്പോൾ ഈ ദിവസങ്ങൾ നമ്മുടെ പെരുന്നാളിൻ്റെ അവധി എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച, എനിക്ക് തിങ്കളാഴ്ച ആയിരിക്കും പെരുന്നാളെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചിട്ടായിരിക്കും അയക്കാതെ. മിക്കവാറും ഈ ആഴ്ചയിൽ 2 ദിവസമായിരിക്കും നമുക്ക് പ്ലാൻസ് അയക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഓർഡറുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ആയിരിക്കും അയക്കുക. നമ്മൾ പിന്നത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പോകാറില്ല. പക്ഷേ ഈ പ്രത്യേക ഒരു അവധിയൊക്കെ വരുന്നത് പെരുന്നാൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഇതുവരെയും പറയാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ പോട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ടുകൾ ഞാൻ ഉണ്ടെന്ന് പറയുന്ന പ്ലാന്റ്സുകൾക്ക് മാത്രമേ പോട്ടുകൾ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കിയൊക്കെ പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും വിടുക. മണ്ണിലുള്ള പ്ലാന്റ്സുകളൊക്കെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടായിരിക്കും വിടുക. നല്ല സേഫായിട്ട് തന്നെ വിടുക. പിന്നെ പ്രൊഫഷണൽ DTDC 2 നമ്മൾ പ്ലാൻസുകൾ അയക്കുക. അത്യാവശ്യമുള്ളവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റിൽ നമ്മൾ അയക്കുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വന്നോളൂ, മെസ്സേജ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.